ഓൺഹ ഇപ്പോൾ മേഘയുടെ കൂടെയൊക്കെയാണുള്ളത്. അങ്ങനെയിരിക്കെ ജിഹ്വാൻ നിന്റെ വിവാഹമൊക്കെ നടത്തി തരാമെന്നൊക്കെ പറഞ്ഞ് മുന്നോട്ടൊക്കെ വന്നതല്ലേ. പക്ഷെ അവനോട് ഞങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് മാത്രമേ ഞങ്ങളുടെ വിവാഹമൊക്കെ നടത്തുവാനായിട്ട് പോകുന്നുള്ളൂ എന്ന രീതിക്കാണ് അവൻ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് വാഗദേഷ്യമായിട്ടിരിക്കുകയാണെന്നൊക്കെയാണ് ഉൺഹ പറയുന്നത്. ഈ ഒരു സമയത്തായിരുന്നു ജിഹ്വാൻ തന്നെയായിരുന്നു താൻ ഇത്രയും കാലം കാത്തിരുന്നിട്ടുണ്ടായിരുന്ന ഹിനുവു എന്ന സത്യമൊക്കെ മീഹോയോടും അവൾ തുറന്നു പറയുന്നത്. ക്യുനുവു കാണുവാനായിട്ട് രാജകുമാരനെ പോലെ തോന്നിക്കുമെന്നും ഹാൻസം ആണ് എന്നുമൊക്കെയല്ലേ നീ പറഞ്ഞത്. പക്ഷെ ജീഹ്വാൻ അങ്ങനെയൊന്നും അല്ലല്ലോ എന്നൊക്കെ മീഹോ പറയുമ്പോഴത്തേക്കും നീയും ജീഹ്വാനെ ശരിക്കും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് നിനക്കും അങ്ങനെ തോന്നുന്നത്. അവനും ശരിക്കും ഹാൻസം ആണെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഉൺഹായും. അങ്ങനെ ഇരിക്കെ ഡോഹി അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും നീ ഇവന്റെ മുഖത്തേക്കൊക്കെ നോക്കിക്കേ, ഡോഹിനെയും ജോയങ്ങിനെയൊക്കെ നീ ശ്രദ്ധിച്ചിട്ടില്ലേ, അതാണ് ശരിക്കും ഹാൻസം ആയിട്ടുള്ള ആൾക്കാരെന്നൊക്കെ മിഹോ പറയുമ്പോഴത്തേക്കും ജിഹ്വാൻ അതിനെന്താണ് കുഴപ്പം, അവന് ശരിക്കും ഹാൻസം ആണെന്നൊക്കെ പറഞ്ഞിട്ട് മിഹോയുടെ അടുത്ത് തർക്കിക്കുകയായിരുന്നു ഓൺഹയും. എന്തുകൊണ്ടാണ് ഓൺഹ പിണങ്ങി നടക്കുന്നതെന്ന കാര്യം ഒന്നും തന്നെ ജിഹ്വാന് മനസ്സിലായിട്ടില്ല. ജിഹ്വാനും ഇന്നലെ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ ജുയങ്ങിന്റെ അടുത്തൊക്കെ പറയുമ്പോഴത്തേക്കും വിവാഹമൊക്കെ വേണ്ടെന്നുള്ള രീതിക്കാണോ നീ സംസാരിച്ചത്, അതുകൊണ്ടായിരിക്കും അവളും പിണങ്ങിയൊക്കെ ഇരുന്നിട്ടുണ്ടാവുക. ഒരു കാര്യം ചെയ്യുക, ഇത്രയും കാലം ഞാൻ വിവാഹത്തെക്കുറിച്ച് ഒന്നും തന്നെ ആലോചിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പോലും നിന്നെ കണ്ടതിന് ശേഷമാണ് അതിനെക്കുറിച്ചൊക്കെ ഞാനും ആലോചിച്ചത്. എന്റെ ഹൃദയവും അതിനുവേണ്ടിയാണ് തുടിക്കുന്നതെന്നുള്ള രീതിക്കൊക്കെ നീയും അവളുടെ അടുത്തൊക്കെ പറ. ഈ ഒരു കാര്യം ഉറപ്പായിട്ട് ഏൽക്കുന്നതായിരിക്കും. അത് കൂടാതെ അവളുടെ അടുത്ത് സോറി പറഞ്ഞിട്ട് അവൾക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങി കൊടുക്കുവാനായിട്ടൊക്കെ ജോയിങ് പറയുമ്പോഴത്തേക്കും ഇതുവഴി പ്രശ്നമൊക്കെ സോൾവ് ആയിട്ട് ഒന്നിക്കുവാനായിട്ട് സാധിക്കുമല്ലോ എന്ന സന്തോഷത്തിലൊക്കെ ആയിരുന്നു ജിഹ്വാനും ഉണ്ടായിരുന്നത്. ജിഹ്വാന്റെ അച്ഛനായിട്ടുള്ള സിയോനെ കാണിക്കുമ്പോഴത്തേക്കും സിയോയും ജിഹ്വാന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന രണ്ടുപേരെയൊക്കെ ഇപ്പോൾ പിടിച്ചുകൊണ്ടൊക്കെ വന്നിരിക്കുകയാണ്. 10,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയ സന്തോഷത്തിൽ ഉണഹ ഒരു വീഡിയോ ഒക്കെ ഇട്ടിരിക്കുകയാണ്. ചുനുവും അതൊക്കെ ഇരുന്ന് കാണുന്നു. അത് കണ്ടിട്ടുണ്ടായിരുന്ന അസിസ്റ്റന്റും എന്റെ ഒരു കസിനൊക്കെ ഉണ്ട്, അവൾ പിയാനോ ഒക്കെ പഠിപ്പിക്കുന്നതാണ്. നീയും ഇങ്ങനെ എപ്പോഴും വർക്ക് എന്നൊക്കെ പറഞ്ഞിരിക്കാതെ അവളുടെ കൂടെ ഒരു ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ പൊയ്ക്കൂടെ എന്ന രീതിക്കാണ് അസിസ്റ്റന്റ് പറയുന്നത്. ഹിറോ ആദ്യം സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും പിന്നീട് ആ ഒരു പെൺകുട്ടിയായിട്ട് ഡേറ്റിന് പോകാമെന്നൊക്കെ സമ്മതിക്കുന്നു. ഇതൊന്നും തന്നെ ലേഡി അസിസ്റ്റന്റിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഹിനുവിനെ കാണുവാനായിട്ട് ജീഹ്വാൻ കൂടി അവന്റെ ഓഫീസിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ സിയോനെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് ജീഹ്വാൻ ആയിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്ന രീതിക്കൊക്കെ ഹിനുവ് സംസാരിക്കുമ്പോഴത്തേക്കും ജീഹ്വാന്റെ അച്ഛനാണല്ലോ സിയോ, അതുകൊണ്ട് തന്നെ ജീഹ്വാനെ ഒട്ടും തന്നെ വിശ്വാസമില്ലാതൊക്കെ ആയിരുന്നു ഓഫീസർ യാങ് നിന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഒരിക്കൽ സിയോനെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചത് പോലും ജിഹ്വാന്റെ സഹായത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് ഇവനെ വിശ്വസിക്കാമെന്ന രീതിക്കാണ് അസിസ്റ്റന്റ് സംസാരിക്കുന്നത്. സിയോ വീണ്ടും ബുൾഡോഗ് ഗ്യാങ് ഒക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നോക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നിലവിൽ അതിൽ നിന്ന് പോയിട്ടുള്ള അംഗങ്ങളെ അവൻ ചെന്ന് കാണുന്നുമുണ്ട്. എന്നെയും വന്ന് കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സിയോനെ അറസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നുള്ള രീതിക്കാണ് ജിഹ്വാൻ സംസാരിക്കുന്നത്. അതുകൂടാതെ ഒരു മദ്യത്തിന്റെ കടയുടെ പേരിലൊക്കെയാണ് അവൻ ഫണ്ട് എല്ലാം തന്നെ ഉപയോഗിക്കുന്നതെന്നുള്ള രീതിക്കൊക്കെ ചിഹ്വാൻ സംസാരിക്കുമ്പോഴത്തേക്കും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ സിയോനെ അറസ്റ്റ് ചെയ്യുവാനും കഴിയും. അതിന് നമുക്ക് കാങ്കിലിനെ സഹായത്തിനായിട്ട് വിളിച്ചാലോ എന്നൊക്കെ ഹിനുവ ചോദിക്കുമ്പോഴത്തേക്കും ഞാനും അവനുമായിട്ടൊന്ന് മീറ്റ് ചെയ്ത് സംസാരിച്ചൊക്കെ നോക്കട്ടെ എന്ന രീതിക്കായിരുന്നു ജിഹ്വാനും ഹിനുവിന്റെ അടുത്തൊക്കെ പറഞ്ഞത്. യാങ്ങും ഇപ്പോൾ ആകെ ദേഷ്യത്തിലേക്കാണുള്ളത്. കാങ്കിലിന്റെ അടുത്ത് അവനും സംസാരിക്കുന്നു. കഴിഞ്ഞ ദിവസം സിയോ ജിഹ്വാനെ ഓഫീസിലേക്കൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കും പറയുകയാണെങ്കിൽ സിയോ ഇത്രയും നാളും ജയിലിൽ കിടന്നത് പോലും ജിഹ്വാൻ കാരണമല്ലേ. അങ്ങനെ ഇരിക്കെ വീണ്ടും ജിഹ്വാനെ കാണുന്ന സമയത്ത് അവന്റെ തലയൊക്കെ വെട്ടിയെടുക്കുകയല്ലേ ചെയ്യേണ്ടത്. ജിഹ്വാന്റെ സ്ഥാനത്ത് ആരായാലും സിയോയും അങ്ങനെയല്ലേ ചെയ്യിക്കുള്ളൂ. പക്ഷെ ഇത്തവണ സ്വന്തം മകനൊക്കെ നിൽക്കുന്നത് കൊണ്ടാണ് അവനും വെറുതെയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നെന്ന രീതിക്കൊക്കെയാണ് യാങ് സംസാരിക്കുന്നത്. ഇതിനിടയില് കാങ്കലിനും ജിഹ്വാന്റെ അടുത്ത് നിന്നൊക്കെ കോൾ വരുന്നു. എങ്കിൽ പോലും തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ജിഹ്വാനാണെന്നുള്ള കാര്യം എല്ലാം തന്നെ യാങ്ങിന്റെ അടുത്ത് നിന്നും കാങ്കിലും മറച്ചു വെക്കുന്നു. പിന്നീട് യാങ് ഇല്ലാത്ത സമയത്ത് ജിഹ്വാനെ തിരിച്ച് കാങ്കിൽ വിളിച്ചതിന് ശേഷം ജിഹ്വാൻ പറഞ്ഞത് പ്രകാരം മീറ്റ് ചെയ്യാമെന്നൊക്കെ അറിയിക്കുകയാണ്. ഓൺഹയും പിറ്റേ ദിവസം ഒരു ഇവന്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളും അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കപ്പ് കേക്ക്സ് ഒക്കെ ഉണ്ടാക്കുന്നു. പിന്നീട് അത് ഡെക്കറേറ്റ് ചെയ്യുവാനും മറ്റുമായിട്ട് ഡോങ്കിയുടെ ഹെൽപ്പ് കൂടി അവൾ ചോദിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ ഇരിക്കെ ഇവന്റിന് ആവശ്യമായിട്ടുള്ളതെല്ലാം തന്നെ തയ്യാറാക്കിയതിനു ശേഷം ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതും കൂടി അവൾ എടുത്തു വെക്കുന്ന കൂടത്തില് ജിഹ്വാന് വേണ്ടിയുള്ള ഒരു കേക്കും കൂടി അവൾ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജീഹാനും ഒരു ജ്വല്ലറി ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ എന്റെ ഗേൾ ഫ്രണ്ട് എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്റെ അടുത്ത് ദേഷ്യമൊക്കെ മാറുന്ന രീതിക്കുള്ള ഒരു ചെറിയ ഗിഫ്റ്റ് ഒക്കെ മേടിക്കുവാനായിട്ടാണ് ഞാൻ എത്തിയതെന്ന രീതിക്കാണ് അവൻ സംസാരിക്കുന്നത്. നിന്റെ ഗേൾ ഫ്രണ്ട് കാണുവാൻ എങ്ങനെ ഉണ്ടാകുമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഉൺഹയുടെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും അവൻ എടുത്തെടുത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കൂടാതെ അവൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോസ് കൂടി കാണിച്ചൊക്കെ കൊടുക്കുകയാണ് ജിഹ്വാനും. അങ്ങനെ ഇരിക്കെ ജിഹ്വാന് വേണ്ടിയിട്ട് സെയിൽസ്
കേക്കും നല്ലൊരു മാലയൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ജോയങ്ങ് മിഹോനെയും കൊണ്ട് കടയിലൊക്കെ എത്തിയിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ കോഫിയും അതുപോലെ തന്നെ ചീസ് കേക്കും ഒക്കെ അവൻ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവളും ഡ്രിങ്ക്സ് മാത്രം ഓർഡർ ചെയ്യുന്നു. അത് കൂടാതെ അവന്റെ കാർഡൊക്കെ മാറ്റി വെച്ചിട്ട് അവൾ അവളുടെ കാർഡൊക്കെ കൊടുക്കുകയാണ്. എനിക്ക് ചീസ് കേക്ക്സ് ഒക്കെ ഇഷ്ടമാണ്. എങ്കിൽ പോലും നമ്മുടെ വിവാഹമൊക്കെ വരുവാനായിട്ട് പോവുകയാണ്. അത് കൂടാതെ പുതിയ വീടൊക്കെ മേടിക്കുകയും ചെയ്യണം. പിന്നെ നമ്മൾ വീടൊക്കെ വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് കുട്ടി ഉണ്ടാകുന്നതാണ്. പിന്നെ കുട്ടിയുടെ ചെലവുകളെല്ലാം തന്നെ നോക്കേണ്ടതായിട്ടും വരും. സോ നമുക്ക് ഒരുപാട് ചിലവൊക്കെ ആകും. അതുകൊണ്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞാനും വേണ്ടെന്ന് വെക്കുന്നത്. ആ ഒരു പണമെല്ലാം തന്നെ നമുക്ക് സേവ് ചെയ്യാമെന്ന രീതിക്കൊക്കെയാണ് മിഹോ സംസാരിക്കുന്നത്. പിന്നീട് കുട്ടിക്ക് എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചു കൊടുക്കണമെന്ന ഒരു ലിസ്റ്റ് ഒക്കെ മിഹു പറയുന്ന സമയത്ത് അവനും അവന്റെ ഫോണൊക്കെ എടുത്തിട്ട് അതിലെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നു. അത് കാണുമ്പോഴത്തേക്കുമാണ് അവളും അവന്റെ കയ്യിൽ എത്രത്തോളം പണമൊക്കെ ഉണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കുന്നത്. അവൾ വിചാരിക്കുന്നതിനും ഒരുപാട് ഇരട്ടി പണമൊക്കെ അവന്റെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് എന്ത് വേണമെങ്കിലും മേടിക്കുവാനായിട്ട് സാധിക്കുമെന്ന വിശ്വാസവും അവനുണ്ട്. അതൊക്കെ കാണുമ്പോഴത്തേക്കും അവൾക്ക് സമാധാനമാകുന്നു. ഇനി നമുക്ക് ചീസ് കേക്ക് ഒക്കെ ഓർഡർ ചെയ്താലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവൾക്കും എന്തൊക്കെ സാധനങ്ങൾ വേണോ അതിന്റെ എല്ലാത്തിന്റെ ഒരു ലിസ്റ്റ് ഒക്കെ അവനും കൊടുക്കുന്നു. ജീഹ്വാനും വീട്ടിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും ജെയ്സോയും മാൻഹോയും കൂടി ചേർന്നിട്ട് കുട്ടിക്ക് വേണ്ട സാധനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ മേടിച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. ഈ കുട്ടി എന്ന് പറയുന്നത് നമ്മുടെ ജൂയിങ്ങിന് ഉണ്ടാകുവാനായിട്ട് പോകുന്ന കുട്ടിയാണ്. കുട്ടി ആണാണോ പെണ്ണാണോ കുട്ടിക്ക് എന്തായിരിക്കും ഇഷ്ടപ്പെടുക എന്നൊന്നും തന്നെ അറിയിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ സകല സാധനങ്ങളും മേടിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ജീഹ്വാനും നിങ്ങൾക്ക് വിവാഹമൊക്കെ കഴിച്ചൂടെ എന്നൊക്കെ അവരുടെ അടുത്തുനിന്ന് ചോദിക്കുന്നു. പക്ഷെ മാൻഹോ ആകട്ടെ തനിക്കങ്ങനെ വിവാഹം കഴിക്കുവാനായിട്ടുള്ള പ്രായമൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ നിങ്ങളും പ്രായമൊന്നും നോക്കുവാൻ നിൽക്കണ്ട. ഒരാൾ കഴിഞ്ഞിട്ട് മറ്റൊരാൾ വിവാഹം കഴിക്കുകയുള്ളൂ എന്നും പറയുവാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് എപ്പോഴാണോ വിവാഹം കഴിക്കുവാനായിട്ട് തോന്നുന്നത് അപ്പോൾ തന്നെ പോയി വിവാഹമൊക്കെ കഴിച്ചോളുവാനായിട്ടാണ് ജീഹ്വാനും അവരോടായിട്ട് പറയുന്നത്. ജീഹ്വാനും ഉൺഹയ്ക്കായിട്ട് കുറേയധികം ഫ്ലവേഴ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അവനും നേരെ ചെന്ന് ഉൺഹനെ കുറെ വിളിക്കുന്നുണ്ടെങ്കിലും അവളുടെ റൂമിൽ നിന്നും ഒരു അനക്കവും കേൾക്കാതെയൊക്കെ ആകുമ്പോഴത്തേക്കും അവനും അവന്റെ റൂമിലേക്കൊക്കെ ചെന്ന് ഡ്രസ്സൊക്കെ മാറുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഒരു റൂമിലൊക്കെ ഉൺഹ സർപ്രൈസ് ഒക്കെ കൊടുക്കുവാനായിട്ട് ഒളിച്ചിരിക്കുകയായിരുന്നു. അവളും വലിയ കാര്യത്തിന് സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്കുമായിരുന്നു അവൻ ഡ്രസ്സ് മാറുന്ന കാര്യമൊക്കെ അവളും കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ശരിക്കും നിനക്കൊരു സർപ്രൈസ് ഒക്കെ നൽകുവാനായിട്ട് വന്നതാണ്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഞാനാകെ സർപ്രൈസ്ഡ് ആയി പോയെന്ന് പറഞ്ഞുകൊണ്ട് ഉൺഹ നിൽക്കുമ്പോഴത്തേക്കും അവനെ സർപ്രൈസ് ഒക്കെ ചെയ്യിക്കുവാനായിട്ട് വന്നത് കൊണ്ട് തന്നെ അവനും വളരെയധികം സന്തോഷത്തിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നാളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇവന്റ് ഒക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കപ്പ് കേക്ക്സ് ഒക്കെ ഉണ്ടാക്കി. അതിന്റെ കൂട്ടത്തില് നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ കപ്പ് കേക്കാണ് ഇതേന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ അവളും ആ ഒരു കപ്പ് കേക്ക് ഒക്കെ അവനും കൊടുക്കുന്നു. അതിൽ 2 ഹേർട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനും ഹാപ്പി ആകുന്നു. നിനക്ക് തരുവാനായിട്ട് എന്റെ കയ്യിലും ഒന്നുണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് അവനും അവൾക്ക് സൺഫ്ലവേഴ്സ് ഒക്കെ നൽകുകയാണ്. നിനക്ക് 10,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയല്ലോ. അതിന്റെ സന്തോഷത്തിൽ ഇതിരിക്കട്ടെ എന്നൊക്കെയായിരുന്നു അവൻ പറഞ്ഞത്. അത് കൂടാതെ ഒരു സർപ്രൈസ് കൂടി ഉണ്ട് എന്നൊക്കെ അവൻ പറഞ്ഞിട്ട് നേരത്തെ അവൻ മേടിച്ചിട്ടുണ്ടായിരുന്ന മാലയൊക്കെ എടുക്കുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കുമാണ് സംഭവം അവൻ എടുക്കുവാനായിട്ട് മറന്നുപോയെന്നും അതുള്ളത് ഓഫീസിലാണെന്നുള്ള കാര്യമൊക്കെ അവനും ഓർക്കുന്നത്. കയ്യിൽ ഗിഫ്റ്റ് ഇല്ലാഞ്ഞിട്ട് പോലും അവനും പോക്കറ്റിലൊക്കെ കൈയിട്ടിട്ട് ഹേർട്ടിന്റെ സിമ്പിളൊക്കെ കൈകൊണ്ട് കാണിക്കുമ്പോഴത്തേക്കും അവളും ഹാപ്പി ആകുന്നു. ഇപ്പോൾ മുതൽ ഇനി എന്നും ഞാൻ നിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഞാൻ നിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നതായിരിക്കുകയില്ല എന്നൊക്കെ ജീഹ്വാൻ ഉൺഹയ്ക്ക് വാക്ക് നൽകുന്നു. പിന്നീട് അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് ആ ഒരു കപ്പ് കേക്കൊക്കെ കഴിക്കുകയും അവളുടെ ഇവന്റ് ഒക്കെ നടക്കുന്ന ദിവസം നാളെ ആയതുകൊണ്ട് തന്നെ രാവിലെ അവനൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ട്. ആ ഒരു മീറ്റിംഗിന് ശേഷം ഉറപ്പായിട്ടും അവളെ കാണുവാനായിട്ടും ആ ഒരു ഇവന്റിൽ പങ്കെടുക്കുവാനായിട്ടും എത്തുന്നതായിരിക്കും എന്നൊക്കെ അവരും അവൾക്ക് വാക്കൊക്കെ കൊടുക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.